ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ തുടരുന്നത് തടയാനും കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ആക്രമണം നടത്തുന്നത് വിലക്കാനും പ്രമേയം പാസാക്കി യു.എസ്. ജനപ്രതിനിധി സഭ 214 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇതിൽ 4 റിപ്പബ്ലിക്കൻ പ്രതിനിധികളും ഉൾപ്പെടുന്നു. 422 പേരാണ് ആകെ വോട്ട് ചെയ്തത്. പാർട്ടി വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ വാർ പവേഴ്സ് പ്രമേയത്തെ അനുകൂലിച്ചത്. തോമസ് മാസിയെ, ബ്രയാൻ ഹിറ്റ്സ്പാർട്ടിക്, വാറൻ ഡേവിഡ്സൺ, ടോം ബാരറ്റ് എന്നിവരാണ് പാർട്ടി വിപ്പ് ലംഘിച്ചത്. ഫെബ്രുവരിയിലാണ് ഇറാനെതിരെ യു.എസ്. ആക്രമണം ആരംഭിച്ചത്. പിന്നീട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ജൂൺ അവസാനത്തോടെ വീണ്ടും യു.എസ്. ആക്രമണം ആരംഭിച്ചു. പിന്നാലെ സ്വന്തം പാർട്ടിയിൽ നിന്നു തന്നെ കടുത്ത വിമർശനമാണ് ട്രംപ് നേരിട്ടത്. ഇറാനെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് യു.എസ്. കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും സൈനിക നീക്കം തുടരുമെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. ഇതേ തുടർന്നാണ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ യു.എസ്. ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കിയത്. അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് യു.എസ്. കോൺഗ്രസിന് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂവെന്ന് ഡെമോക്രാറ്റിക് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ജനപ്രതിനിധി സഭ പാസാക്കിയ പ്രമേയം ട്രംപിന് വീറ്റോ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീറ്റോയെ മറികടക്കാൻ ഇരുസഭകളിലുമായി 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. അതിനാൽ ഈ പ്രമേയം പ്രാബല്യത്തിൽ വരുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരും. ജൂണിൽ യു.എസ്. സെനറ്റും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രമേയം പാസാക്കിയിരുന്നു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാനുമുള്ള നിർണായക പ്രമേയം യു.എസ്. ജനപ്രതിനിധി സഭ പാസാക്കിയിരുന്നു. 208-നെതിരെ 215 വോട്ടുകൾക്കാണ് പ്രമേയം പാസാക്കിയത്. ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും പിന്തുണച്ചു. ജനപ്രതിനിധി സഭ പാസാക്കിയ പ്രമേയം ഇനി സെനറ്റിന്റെ പരിഗണനയ്ക്ക് അയക്കും. യു.എസ്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഫെബ്രുവരിയിൽ ഇസ്രയേലുമായി ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആരോപണം. യു.എസിലെ വാർ പവേഴ്സ് ആക്ട് പ്രകാരം സൈനിക നടപടി തുടങ്ങി 60 ദിവസത്തിനകം കോൺഗ്രസിന്റെ അനുമതി തേടണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ കാലാവധി ആഴ്ചകൾക്ക് മുൻപ് അവസാനിച്ചിട്ടും ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അനുമതി തേടിയിട്ടില്ലെന്നും പ്രസിഡന്റ് നിയമം ലംഘിക്കുകയാണെന്നും ഡെമോക്രാറ്റുകൾ വാദിച്ചു. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപിനായുള്ള വ്യക്തമായ സന്ദേശമാണിതെന്ന് വിദേശകാര്യ സമിതിയിൽ ഡെമോക്രാറ്റുകളും പ്രതികരിച്ചു. അങ്ങേയറ്റം ജനപ്രീതി നേടാത്ത നിയമവിരുദ്ധമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമാണിതെന്നും ഡെമോക്രാറ്റുകൾ പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൈനിക നടപടികൾ അവസാനിക്കാനായി ട്രംപിനെ നിർബന്ധിക്കുന്ന ഒരു പ്രമേയം ഇതാദ്യമായാണ് പാസാക്കുന്നത്. ട്രംപിന്റെ സൈനിക നയങ്ങൾക്കെതിരെയുള്ള കനത്ത തിരിച്ചടിയായാണ് നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുകയാണ്. ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ കപ്പലുകൾക്കോ ചരക്കു കപ്പലുകൾക്കോ സംഭവിക്കുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും പരിഹാരമായി അമേരിക്കയുടെ പക്കലുള്ള ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസിൽ ഇറാനും ചെങ്കടലിൽ ഹൂതി വിമതരും വാണിജ്യ കപ്പലുകൾക്കു നേരെ ആക്രമണം നടത്തിവരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ $100 ബില്യൺ വരുന്ന ആസ്തികൾ മറ്റ് രാജ്യങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ആസ്തികൾ വിട്ടുകിട്ടണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തി. മറ്റൊരു രാജ്യത്തിന്റെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് പ്രകോപനപരമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അത്തരം ഫണ്ടുകളിൽ സന്തോഷിക്കുന്നവരും ലാഭം നേടുന്നവരും ഓർക്കണം, ഒരിക്കൽ സർക്കാരുകൾ കണ്ടുകിട്ടൽ സാധാരണ നിലയിലാക്കിയാൽ ആരുടെയും സ്വത്തുക്കളും സുരക്ഷിതമായിരിക്കില്ല. തുടർന്നുള്ള കാര്യങ്ങൾ സമാധാനപരമായിരിക്കില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ബാബ് അൽമൻദേബ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയാൽ ഇറാനെതിരെയും സൈനിക നടപടി ശക്തമാക്കുമെന്ന് യു.എസ്. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഹൂതികൾ ഇറാന്റെ നിഴൽ സൈന്യമാണ്. അതുകൊണ്ട് തന്നെ അവർ നടത്തുന്ന ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇറാനായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.